ഇവിടയിൽ ഇന്നലെ ശരിക്കും നമുക്ക് അത്ര നല്ല ദിവസമല്ല. ഒന്ന് ദുബായിലെ എയർ ഷോയിൽ ഉണ്ടായ ഒരു തേജാസിൻ്റെ ഒരു അപകടം. ഈ കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ തേജാസ് നേരിടുന്ന രണ്ടാമത്തെ ക്രാഷ് അപകടമാണിത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ തവണ നമ്മൾ രാജസ്ഥാനിൽ വെച്ചാണ് സംഭവിച്ചത്. അതിൽ പൈലറ്റ് സീറ്റ് എജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അത് സംഭവിച്ചില്ല. എന്തുകൊണ്ടോ പൈലറ്റിന് സീറ്റ് എജക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ എയർ ഷോ പോലത്തെ സംഗതികളിലൊക്കെ ഇതേപോലെ ഒരു ക്രാഷ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. 24 വർഷത്തിൻ്റെ ഇടയിൽ 2 അപകടം എന്ന് പറയുന്നത് അത് അത്ര മോശപ്പെട്ട ട്രാക്ക് റെക്കോർഡിലേക്ക് തേജാസിനെ തള്ളിവിടില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നീട് തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം തന്നെ അമേരിക്കയിൽ നിന്ന് വന്ന GE എഞ്ചിനാണ്. GE എഞ്ചിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുള്ള അന്വേഷണങ്ങൾ തുടരും. എന്നാൽ നമ്മൾ ബദൽ മാർഗ്ഗങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഡിജിനിയസ് ആയിട്ട് നമ്മൾ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നമുക്ക് നല്ലതാവാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ അതിലേക്കുള്ള ആ ഒരു ചുവടുവെപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ചെയ്യേണ്ട നിർബന്ധിത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും തോൽവികളിൽ നിന്നും നമ്മൾ തുടരെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കും. അതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് ആ പൈലറ്റിൻ്റെ മരണം. അപ്പോൾ നമ്മൾ എന്തായാലും തുടർന്ന് ആവശ്യം കൂടുതൽ ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിക്കുന്നില്ല. തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അല്ലാതെ ഞാൻ ഈ തേജാസ് ഫൈറ്റർ ജെറ്റിൻ്റെ ഈ ഒരു ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇനി കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പം എന്തായാലും ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യാണ്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം അതാണ് 89.67 എന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു തകർച്ചയാണ്. പെട്ടെന്ന് ഏതാണ്ട് 1 രൂപയോളം മൂല്യ തകർച്ച നേരിടുന്ന 1 രൂപയോളം മൂല്യ തകർച്ച പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അല്ല സമ്മാനിക്കുന്നത്. എനിവേ ഇത് ശരിക്കും ഇന്ത്യക്ക് മാത്രമല്ല പല രാജ്യങ്ങൾക്കും ഡോളറിനെതിരെയുള്ള മൂല്യ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ഡോളറിന് എന്തെങ്കിലും ഗുണം സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പ്രത്യേകിച്ച് US മാർക്കറ്റ് ഇന്നലെ തുറന്ന സമയത്ത് നല്ല രീതിയിൽ എല്ലാം ഗ്രീൻ ലൈറ്റ് ആയിട്ട് തന്നെയാണ് തുറന്നത്. പക്ഷേ ചെറിയ ഇടിവ് രേഖപ്പെടുത്തുന്നത് S&P 500 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോക്ക് ശരിക്കും 5 മണിക്കൂർ കൊണ്ട് 2 ട്രില്യൻ്റെ ലോസ് ആണ് സംഭവിച്ചത്. 5 മണിക്കൂർ കൊണ്ട് ഇത് ശരിക്കും മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല. തുടരെ മറ്റുള്ള കമ്പനികളും ഇടിവ് നേരിടാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കി. ഇതിനകത്ത് എൻവിഡിയ അവരുടെ ആ സ്റ്റോക്കിന്റെ വാല്യൂ പ്രഖ്യാപിച്ചതാണ് ഏറ്റവും കൂടുതൽ തലവേനയായി തീർന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ അവരുടെ സ്റ്റോക്ക് പെരുപ്പിച്ച് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം മാർക്കറ്റിൽ ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിഷയം. അതായത് എൻവിഡിയ കാണിച്ചിരുന്നത് 19.3 ബില്യൺ ആണ് അവർ ഓവർ വാല്യൂഡ് ആയിട്ട് കാണിച്ചിരുന്നത്. മാർക്കറ്റിൽ ക്രെഡിറ്റ് കൊടുത്തിട്ട് ക്രെഡിറ്റ് ബേസിൽ കാണിച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടബിലിറ്റിയിലാണ് അവർ ഈ ഒരു വാല്യുവേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ കമ്പനിയിൽ ഈ ഫണ്ടില്ല. ഇത് കമ്പനിയുടെ മൂല്യം ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് സഹായകരമായി. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് വാല്യൂ ഇവർ $184 എന്നുള്ള നിലയിലാണ് ഇവരുടെ സ്റ്റോക്ക് വാല്യൂ ഉയർത്തി വെച്ചിരിക്കുന്നത്. സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ $184 കൊടുത്ത് പർച്ചേസ് ചെയ്യാം ഒരു സ്റ്റോക്ക്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരുടെ ആക്ച്വൽ വാല്യൂ ഈ എൻവിഡിയ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ആക്ച്വൽ വാല്യൂ സ്റ്റോക്ക് വാല്യൂ 74 മുകളിൽ പോകാൻ പാടില്ല. നിലവിലെ അവരുടെ അവസ്ഥ വെച്ചിട്ട് അവർക്ക് സെല് ചെയ്യാൻ റൈറ്റ് ഉള്ള ഒരു പ്രൈസ് 184 വിൽക്കുന്നത്, ഇരട്ടിയുടെയും മുകളിൽ. അപ്പോൾ അതാണ് 100% മുകളിൽ അവർ പ്രൈസ് വാല്യൂ വെച്ചിട്ടാണ് ഈ സ്റ്റോക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓവർ വാല്യൂഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് ധൈര്യത്തിലാണ് ഇൻവെസ്റ്റേഴ്സ് പോയിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക? ഇത് ഏത് നേരത്തും തകർന്നടിയുന്ന ഒരു ബബിളാണ്. അതാണ് എൻവിഡിയ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിലവിലെ അവരുടെ കമ്പനിയുടെ വാല്യൂ അനുസരിച്ച് 14.5 ബില്യൺ ആണ് അവരുടെ ആക്ച്വൽ വാല്യുവേഷൻ, കമ്പനി വാല്യുവേഷൻ. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവർ 19.3 ബില്യൺ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം അവർ ഓവർ വാല്യുവേറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ അമേരിക്കൻ കമ്പനികളിലേക്കുള്ള ട്രസ്റ്റ്, വിശ്വസ്തത കുറയുന്നുണ്ട്. ഈ കുറയുന്നതിൻ്റെ കാരണം ഇവരിങ്ങനെ ഓവർ വാല്യുവേറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഇവരെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഓർമ്മയുണ്ട്, അദാനിക്കെതിരെ ഹിൻഡൻബർഗ് എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയത്. എന്നിട്ട് ഇപ്പം അമേരിക്ക തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞൊരു ഫോർജറിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫ്രോഡ് പരിപാടിയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു തട്ടിപ്പ് പരിപാടിയാണ്, ഉടായ്പ പരിപാടി. പല BPO കമ്പനികൾക്കുമെതിരെ, പല കമ്പനികൾക്കുമെതിരെ അമേരിക്കയിലുള്ള അനാലിസ്റ്റുകൾ, അതായത് ഈ ഷോർട്ട് സെല്ലേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇമാതിരിപ്പെട്ട ഏജൻസി വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല തരത്തിലുള്ള ഇതേപോലത്തെ ഉടായ്പകളൊക്കെ തുറന്നു കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്പം അമേരിക്ക തന്നെ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഈ നിലവിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു AI ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബബിൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ AI ബബിളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാർത്ത കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം AI എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതേ ടെർമിനോളജിയാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ് AI. അപ്പോൾ ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ അതിന് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം ലൈനിൽ ഇപ്പം
ഈ AI കമ്പനിയിൽ ചെന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന എല്ലാം തന്നെ ഡെഡ് മണിയാണ്. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ROI, അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതൊന്നും ഇപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ Nvidia പോലത്തെ കമ്പനികൾ, ഇതേപോലെ പല കമ്പനികളും അവരുടെ പ്രോഫിറ്റിന്റെ നല്ലൊരു ശതമാനം ഈ OpenAI പോലത്തെ സ്ഥാപനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനികളിലാണ് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഇതുകൊണ്ട് സംഭവിക്കുന്ന വേറെ ഒന്നുമല്ല, ഈ ഫണ്ട് അവിടെ തന്നെ കിടക്കും, ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ഇപ്പൊ നിലവിൽ AI ഒന്നും തന്നെ സാധിക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. യെസ്, AIക്ക് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അതിൽ തന്നെ മേജറായിട്ട് ChatGPTക്കാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. അപ്പം ഗ്രോക്കിനൊക്കെ അതിലും എത്രയോ മടങ്ങ് താഴെയാണ് യൂസേഴ്സ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ChatGPTക്ക് ബില്യൺ കണക്കിൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഗ്രോക്കിന് മില്യൺ കണക്കിലേ ഉള്ളൂ. അപ്പം ഈ രീതിയിലുള്ള ഡിഫറൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് AI മാർക്കറ്റ് ഇപ്പോഴും വലിയ രീതിയിൽ പ്രോഫിറ്റ് തരുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അഡ്വാൻസ്ഡ് മെത്തേഡിലുള്ള റിസർച്ച് അനാലിസിസ് വർക്കുകൾ, അതേപോലെ പല ഡെവലപ്മെന്റ്സ് അതിനകത്ത് വരേണ്ടതുണ്ട്. ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ മാത്രം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ ഇതിനെ റോങ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് മാക്സിമം മണി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡെഡായി അവിടെ കിടക്കുകയാണ്, ഗ്രോത്ത് ഇല്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ എനിവേ, എന്തായാലും വലിയ വലിയ കമ്പനിയുടെ ആൾക്കാരാണ് ഇപ്പോൾ AIയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും. തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ബിറ്റ്കോയിന്റെ വാല്യൂ നിങ്ങൾ നോക്കൂ. ട്രംപ് ഈ പൊസിഷനിൽ വരുമ്പോഴത്തേക്കും, ട്രംപ് പ്രസിഡന്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $1,06,000 ആയിരുന്നു അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്കോയിന്റെ. ഇന്ന് ബിറ്റ്കോയിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $86,000. ഇതാണ് ബിറ്റ്കോയിന്റെ വാല്യൂ. അപ്പോൾ എത്രമാത്രം ഒരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായി നോക്കി കാണേണ്ടത്. ഇനി ബിറ്റ്കോയിന്റെ വാല്യൂ കുറച്ചുകൊണ്ട് ഇനി ട്രംപിന്റെ കോയിന്റെ വാല്യൂ കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ശ്രദ്ധേയമായി നോക്കി കാണേണ്ടതാണ്. അവിടെയും വലിയ രീതിയിൽ കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റിന്റെ വാല്യൂ. ഇന്ത്യയുടെ കറൻസി മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളുടെയും, ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ചാർട്ടിൽ ചുമന്ന കളർ കാണിക്കുന്ന എല്ലാ കറൻസികളും തന്നെ ഡോളറിനെതിരെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ. അതാണ് വസ്തുത. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമ്മൾ മാത്രമാണ് അമേരിക്കയുമായിട്ട് ഡീൽ സൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നെഗറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡീൽ സൈൻ ചെയ്ത ആൾക്കാർക്കെല്ലാം അത് ഓക്കെ ആയി. പക്ഷേ ഇന്ത്യ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീൽ സൈൻ ചെയ്യാനല്ല. ഇന്ത്യ അമേരിക്കയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്, അതിൽ പല പ്രോഡക്റ്റുകളും പ്രോഡക്റ്റ് വൈസ് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. പക്ഷേ എന്നിരുന്നാലും ബ്രസീൽ വരെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചൈന നിൽപ്പുണ്ട്, ഇന്ത്യ നിൽപ്പുണ്ട്. ചൈന ഓക്കെ, അത് അമേരിക്കയെ എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ ആ പ്ലാറ്റ്ഫോമിലാണ് അവർ കളിക്കുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. അപ്പോൾ ഇന്ത്യ എത്രയും വേഗം തന്നെ ഒരു ട്രേഡ് അഗ്രിമെന്റിലേക്ക് എത്തും എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കുള്ളിലും ഇത് സ്ട്രോങ്, അപ്പോൾ ഇന്ത്യക്കുള്ളിലും, അതായത് ഒരു ഡീലിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിലും ഇൻവെസ്റ്റേഴ്സിനെ കുറച്ച് ഹെസിറ്റേഷനിലേക്ക് എത്തിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മൾ സൗണ്ടായിട്ട് തന്നെ നമ്മളുടെ കറൻസി മൂല്യം സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു പരിധി വരെ നമുക്ക് ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും നമുക്ക് കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ്. പക്ഷേ അവിടെ ഇന്ത്യയുടെ കറൻസി ഇങ്ങനെ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ദോഷം ചെയ്യും, ഇൻവെസ്റ്റേഴ്സിനെ അത്ര അട്രാക്ട് ചെയ്യില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ കറൻസി വാല്യൂവിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി RBI എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ. നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉക്രൈനാണ് പ്രധാനപ്പെട്ട ചർച്ച. ഉക്രൈനിലെ സെലൻസ്കി മൂട്ടിന് തീപിടിച്ച അവസ്ഥയിലാണ്. കാരണം വേറെ ഒന്നുമല്ല, അമേരിക്കയുടെ സൈഡിൽ നിന്ന് കടുത്ത സമ്മർദ്ദം. അതായത് നീ ഇതിൽ ഒപ്പിട്ടേ സാധിക്കുകയുള്ളൂ. കാരണം പല തവണയായിട്ട് ഇങ്ങനെ പല പോയിന്റുകൾ എഴുതിക്കൊണ്ട് പല തവണ നമ്മൾ ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്, ഈ പീസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ നീ ഒരു വിധത്തിലും അമ്പിനും വില്ലിനും അടുക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒരു രക്ഷയില്ല. നിനക്ക് വേണ്ടത് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ. അമേരിക്ക നിനക്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്തും. അതായത് അമേരിക്ക ഉക്രൈന് മാത്രമല്ല യൂറോപ്പിനും സെക്യൂരിറ്റി ഉറപ്പുവരുത്തും. ഇനി റഷ്യ അഗ്രസീവ് മോഡിൽ പെരുമാറില്ല. എക്കാലത്തും ഇതിൽ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് എല്ലാ കാലത്തും ഉക്രൈന്റെ മേളിലായാലും ശരി തന്നെ, അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെയും റഷ്യ ഇനി ആക്രമിക്കില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് സെലൻസ്കി തള്ളപ്പെടുകയാണ്. അങ്ങനെ തള്ളപ്പെട്ട സാഹചര്യത്തിൽ സെലൻസ്കി ഇപ്പം സ്റ്റാർമറിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, ജർമ്മനിയിലെ മെർസ് ഫ്രെഡറിക്കിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ 4 പേരും കൂടി ഇരുന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള ചർച്ച നടത്തുകയാണ്. എന്ത് ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഈ ജർമ്മനിയിലെ ചാൻസലർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതായത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കാൻ പാടില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇത് ന്യായമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നടക്കണം, കൺവിൻസിങ് മാനറിൽ ഇത് നടത്തണം എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ പുറത്തിറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവർ പഴയതുപോലെ യൂറോപ്പ് വീണ്ടും പട്ടിയുടെ വാല് കുഴലിട്ട് അതേ അവസ്ഥയിലേക്ക് യൂറോപ്പും ഉക്രൈനും ചേർന്ന് പഴയതുപോലെ അങ്ങ് എത്തിയിരിക്കുകയാണ്. ഇനി ട്രംപ് ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കും, അല്ലാതെ ഉക്രൈൻ സെലൻസ്കി എന്താണ് നിലപാട് എടുക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഇനി നാളെ മറ്റുള്ള ദിവസങ്ങളിലേക്ക് തുടരെ ഇതിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഉക്രൈൻ്റെ അവസ്ഥ. അമേരിക്ക ഫുൾ സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കാമെന്ന് ഉറപ്പും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൽ ഉക്രൈനാണ് ഇനി വയലേഷൻ നടത്തുന്നത് എങ്കിൽ
അമേരിക്ക ഈ സെക്യൂരിറ്റി ഉറപ്പ് കൊടുക്കുന്നതിൽ നിന്നും പിന്മാറും, അതും പറഞ്ഞിട്ടുണ്ട്. ഇനി റഷ്യയാണ് ആദ്യം ഇനി ഇത് വയലേറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തുന്നതെങ്കിൽ, അഥവാ ഈ ഒരു പീസ് ഡീൽ നിലവിൽ വരുന്നുവെങ്കിൽ, റഷ്യയുടെ ആക്രമണം കൊണ്ടാണ് ഇത് വയലേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ പീസ് ഡീൽ അവിടെ വെച്ച് തന്നെ റദ്ദാക്കപ്പെടും, അമേരിക്ക പിന്മാറും. ഇങ്ങനെയുള്ള 2 കണ്ടീഷൻ കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഇനി നമ്മൾ നേരെ ഇസ്രായേൽ ഗാസ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നടക്കുന്നത്. അതിനകത്ത് ഈ റഫ ഭാഗത്ത് 200 പേര് ടണലിന് കുടുങ്ങിക്കിടക്കുന്നു പറഞ്ഞല്ലോ, അതിന്റെ എൻട്രൻസും അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇവരെവിടെയാണ് സ്റ്റേ ചെയ്തിരിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു ലാൻഡിന്റെ പോർഷനും കണ്ടെത്തിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ കാരണമായത് ശരിക്കും ഒരു 6 പേര് ഇടയ്ക്കൊരു വഴിയിലൂടെ ഇവർ അത് തറയൊക്കെ പൊളിച്ചിട്ട് ഒരു ഉള്ളിൽ നിന്ന് കയറി വരുന്ന രംഗം IDFന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 6 പേരെയും ഇസ്രായേൽ തട്ടി ഗാസയ്ക്കുള്ളിൽ. ചില പത്രങ്ങളിൽ 4 പേരെന്ന് പറയുന്നുണ്ട്, ചില പത്രങ്ങളിൽ 6 പേരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ 4 അല്ലെങ്കിൽ 6 പേരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഇവര് ഈ 200 പേരുടെ കൂട്ടത്തിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ്. എന്നിട്ട് ആ ഹോളിലേക്ക് തന്നെ ഒരു ബോംബ് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ കാഷ്വാലിറ്റി 16 ആണെന്ന് ഇപ്പം നിലവിലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ ടോട്ടൽ കാഷ്വാലിറ്റി 16 എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇനി എത്ര പേര് ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അവർക്ക് ഇനഫ് ഫുഡ് ഉണ്ടോ, അവർ ഫുഡെല്ലാം കരുതിക്കൊണ്ട് തന്നെയാണോ അകത്ത് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. ആ വിഷയം റഫ ഭാഗത്ത് കൃത്യമായി IDF മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ ഗുഹയ്ക്കുള്ളിൽ, അതായത് ഈ ടണലിന്റെ ഉള്ളിലുള്ള 200 പേരെയും വധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം 7 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു പുതിയ ടണൽ കണ്ടെത്തിയിട്ടുണ്ട്. 7 കിലോമീറ്റർ ലെങ്ത്, അതായത് മനസ്സിലാക്കിക്കോണേ, 7 കിലോമീറ്റർ ലെങ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ അതിന് ഫണ്ടിങ്, അത്രമാത്രം പൈസ മുടക്കിക്കൊണ്ടാണല്ലോ ഈ ടണൽ പണിതിരിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന എയ്ഡുകളൊന്നും തന്നെ, അതായത് ഈ ഫണ്ട് ഒന്നും തന്നെ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, നേരെ മറിച്ച് ഇവർ ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ടണൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 7 കിലോമീറ്റർ ടണൽ ഇസ്രായേൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗാസയ്ക്കുള്ളിലുള്ള അവസ്ഥ. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ വീണ്ടും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഇതിലുപരിയായിട്ട് യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് വന്ന 2 പേരെ ഇസ്രായേൽ വെടിവെച്ചിട്ടുണ്ട്. യെല്ലോ ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിച്ച 2 പേര്. അതിന് കാരണമായിട്ട് പറയുന്നത് അവർ IDF ഉദ്യോഗസ്ഥർക്കെതിരെ യെല്ലോ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് ആക്രമിക്കാൻ വന്നു എന്നുള്ളൊരു കാരണമാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഗാസയ്ക്കുള്ളിൽ വീണ്ടും ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് ഫേസ് ഡീലിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.